ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, അരുവിത്തറ തിരുനാളിൻ്റെ 3-ാം ദിവസം, പ്രധാന തിരുനാൾ ദിവസം ഇന്നാണ്. വിശുദ്ധ ഗീവർഗീസിൻ്റെ മാധ്യസ്ഥം എല്ലാവർക്കും ഉണ്ടാകട്ടെ. എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ ഈ തിരുനാൾ ദിനങ്ങളിലേക്ക്, പ്രത്യേകിച്ച് അരുവിത്തറയുടെ പുണ്യമണ്ണിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 10-ാം അധ്യായം 12-ാം വാക്യം: നിങ്ങളൊരു ഭവനത്തിൽ പ്രവേശിക്കുമ്പോൾ അതിന് സമാധാനം ആശംസിക്കണം. ഈശോയുടെ ശിഷ്യർ കടന്നു ചെല്ലുന്ന ഓരോ ഭവനങ്ങളിലും ഓരോ ഇടങ്ങളിലും സമാധാനം ഉണ്ടാവുകയും സമാധാനത്തിൻ്റെ വക്താക്കളായി, സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും അടയാളങ്ങളായി ഈശോയുടെ ശിഷ്യന്മാർ മാറുകയും ചെയ്യണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നു. നമുക്ക് ആത്മശോധന ചെയ്യാം. നമ്മൾ കടന്നു ചെല്ലുന്ന ഇടങ്ങളിൽ നമ്മുടെ വാക്കുകളും പ്രവർത്തനങ്ങളും നമ്മുടെ സാന്നിധ്യവുമൊക്കെ സന്തോഷമാണോ, സമാധാനമാണോ, അതോ അസ്വസ്ഥതയാണോ ഉണ്ടാക്കുന്നത്? നമ്മുടെ വാക്കുകളും ചിന്തകളും പ്രവർത്തനങ്ങളും ഒന്നും ആർക്കും അസ്വസ്ഥതയുണ്ടാക്കാതെ നമ്മൾ സമാധാനത്തിൻ്റെ കാണപ്പെടുന്ന രൂപങ്ങളായി മാറാൻ നമുക്ക് പ്രാർത്ഥിക്കാം. തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, കർത്താവിൻ്റെ ദാസൻ കലഹപ്രിയനായിരിക്കരുത്. ഈശോ സുവിശേഷത്തിൽ പറഞ്ഞല്ലോ, സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രരെന്ന് വിളിക്കപ്പെടും. നമുക്ക് മറ്റുള്ളവരുടെ ഹൃദയത്തിൽ സമാധാനം കൊടുക്കുന്നവരാകാം, അസ്വസ്ഥത ഉണ്ടാക്കാതിരിക്കുന്നവരാവാം. ആമേൻ.